നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരില്ലേ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ആലോചിക്കുന്ന ഒരു കാര്യം എന്തെന്നറിയാം, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കും. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നീട് ഒരുപാട് അങ്ങ് റിഗ്രറ്റ് അടിക്കും അല്ലെ. ഇതുപോലെ തന്നെ ആയിരുന്നു 2-3 കൊല്ലം മുന്നേ ഒരു ഞാൻ കേട്ടാ. ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഞാൻ ആലോചിക്കൽ എന്തെന്നറിയോ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ഈ ഒരു തോട്ടിലൂടെ ലൈഫിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അതിനുവേണ്ടി ഒരുപാട് റിഗ്രറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷെ ലൈഫിന്റെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്തെന്നറിയോ, മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന വെച്ച് നമ്മൾ നിന്നതിനാൽ ലൈഫിൽ നമുക്ക് അതിനേ സമയം കാണത്തുള്ളൂ. നമ്മുടെ 100 ശരികൾക്കിടയിലും നമ്മുടെ ഒരു തെറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റോട് നിൽക്കുന്ന ആൾക്കാർ മുഴുവനും. അങ്ങനെയുള്ള ആൾക്കാരുടെ കണ്ണിലൂടെ വേണോ നമ്മുടെ ലൈഫിനെ നോക്കിക്കാണാന്? നമ്മുടെ ശരികൾ എന്താണ്, നമ്മുടെ സ്വപ്നങ്ങൾ എന്താണ്, നമ്മുടെ പാഷൻ എന്താണ്, അത് നമ്മളെക്കാൾ കൂടുതലായി മറ്റൊരാൾക്കും അറിയില്ല. നമ്മുടെ ശരി എന്നുള്ള നിലപാടായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ആൾക്കാർ എന്തുവാണെങ്കിലും പറഞ്ഞോട്ടെ, ആൾക്കാർ എന്ത് പറയുന്നത്, ആൾക്കാർ എന്ത് ചിന്തിക്കുന്നുള്ളത് അത് നമ്മുടെ മാറ്റർ അല്ല, അത് അവരുടെ ജസ്റ്റ് ചോയ്സ് മാത്രമായിരിക്കണം. മറ്റുള്ളവരുടെ ചിന്താഗതിയോ മറ്റുള്ളവരുടെ ക്യാരക്ടറോ ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്നറിയോ, നമ്മൾ സ്വയം ചേഞ്ച് ആകുക എന്നുള്ളതാണ്. നമ്മുടെ ശരി എന്നുള്ള നിലപാടായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ കണ്ണിലൂടെ ഒരിക്കലും നമ്മുടെ ലൈഫിൽ നമ്മൾ കാണാതിരിക്കുക. നമ്മുടെ കണ്ണിലൂടെ എന്നാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ നോക്കി കാണുന്നത്, അത് തന്നെയാണ് 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്.